അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കത്തിലും വേദനയിലുമാണ് രാജ്യം. വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരുടെയും ജീവൻ നഷ്ടമായി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ആ വൻ അപകടത്തിൽ നിന്ന് ഒരേയൊരാൾ മാത്രം രക്ഷപ്പെട്ടതും ലോകമൊന്നാകെ ഈ നിമിഷം അത്ഭുതത്തോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ്. 230 യാത്രക്കാരും 12 ഫ്ലൈറ്റ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം താഴ്ന്നു പറന്ന് വിമാനത്താവളത്തിന് സമീപത്തെ മേഘാനി നഗർ എന്ന ജനവാസ മേഖലയിൽ കത്തി അമരുകയാണ് ചെയ്തത്. വിമാനം തകർന്നു വീഴുന്നതിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് തന്നെയാണ്. മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട് എന്ന സങ്കടകരമായ സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. രാജ്യത്ത് അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിലേത്. വിമാനം തകർന്നു വീണത് മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. മെഡിക്കൽ കോളേജിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഗുരുതരമായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. എന്താണ് അപകട കാരണമായത് എന്ന് സംബന്ധിച്ചും ഇനി ഒരു വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് തന്നെ പോകാം. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. സുമോദ്, ഇപ്പോൾ ഈ വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരുടെയും ജീവൻ നഷ്ടമായി എന്ന വിവരങ്ങളാണ് വരുന്നത്. രക്ഷാദൌത്യം സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ അപകട കാരണം സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്? നേരത്തെ ഈ 242 പേരുടെയും ജീവൻ നഷ്ടമായി എന്നുള്ള ഒരു വാർത്തയായിരുന്നു പോലീസ് കമ്മീഷണറായിട്ടുള്ള മാലിക് അഹമ്മദാബാദ് കമ്മീഷണർ പങ്കുവച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം തന്നെ വന്ന് തിരുത്തി പറയുകയായിരുന്നു, ഒരാൾ ജീവനോട് തന്നെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അദ്ദേഹം രമേശ് കുമാർ വിശ്വാസ്, ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ്. വിമാനം അദ്ദേഹം തന്നെ ഈ വിമാനാപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പറന്നുയർന്ന് 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ വിമാനം തകർന്നതായി മനസ്സിലായി. പിന്നീട് എമർജൻസി എക്സിറ്റിലൂടെയാണ് അദ്ദേഹം ആ ഡോറിലൂടെയാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം നോക്കുമ്പോൾ, ബോധം തെളിയുമ്പോൾ മൃതദേഹങ്ങൾ ചുറ്റിലും കിടക്കുന്നുണ്ട്. എന്റെ സഹോദരനൊപ്പം തന്നെ ബന്ധുക്കളെ കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ്. സഹോദരൻ എവിടെ എന്നറിയില്ല, അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് തരണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. ഈ പരിക്കേറ്റിരിക്കുന്ന ഈ രമേശിന് അദ്ദേഹത്തിന്റെ കാലിലും നെഞ്ചിലും കണ്ണിലും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം നടന്നു തന്നെയാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ആംബുലൻസിലേക്ക് പോയത്. ആംബുലൻസിൽ ചെന്നതിന് ശേഷം ഈ രമേശ് കുമാർ വിശ്വാസിനെ അദ്ദേഹത്തിനെ പരിചരിക്കാനും അദ്ദേഹത്തിന് ചികിത്സിക്കാനുമായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അപകടം നടക്കുന്നത് ഈ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു. അതിന്റെ വിവിധ കാമ്പസുകൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ്. കാമ്പസ് കൂടാതെ മെസ്സുകളും വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളുടെ MBBS പഠിക്കുന്ന ആൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ആ ഹോസ്റ്റലിന്റെ മുകളിലാണ് ഈ വിമാനം തകർന്നു വീണത്. ആ സമയത്ത് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടത്. കാര്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്ത ഭക്ഷണ സാധനങ്ങളും അവരുടെ റൊട്ടിയും അതേപോലെ തന്നെ പാത്രങ്ങളും എല്ലാം ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഫലത്തിൽ 2 തരം ദുരന്തമാണ് ഉണ്ടായത്. ഒന്ന് വിമാനം തകർന്നുള്ള ദുരന്തം, പിന്നീട് വിമാനം ഒന്ന് പതിച്ച് ആ ഹോസ്റ്റലിൽ ഉണ്ടായ ദുരന്തത്തിൽ 5 പേർ മരിച്ചതായിട്ടാണ്. 5 MBBS വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. 2 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയർ MBBSകാരാണ്, ഒരു വിദ്യാർത്ഥി സെക്കൻഡ് ഇയർ ആണ്. ഇവർ ഗുജറാത്ത് സ്വദേശികളാണ് മരിച്ചത്. മാത്രമല്ല, ഇവരുടെ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് PG വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. PG വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന, കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ താമസിക്കുന്നത് ഈ കേന്ദ്രത്തിന്റെ ഈ ഹോസ്റ്റലിന്റെ തൊട്ട് അടുത്ത സ്ഥലത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അവർ ജീവിതത്തിലേക്ക് തിരികെ കയറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ ഒരു 242 പേരും മരിച്ചു എന്നുള്ള തോന്നൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവർ പറയുന്നത് ആ മോർച്ചറിക്ക് മുന്നിൽ നിരനിരയായി കിടക്കുന്ന ആംബുലൻസുകളാണ് കണ്ടിരുന്നത്.